സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗരീന ഫ്രീ ഫയർ നമ്മളാണ് ഈ പി സിയിൽ കാര്യങ്ങൾ കളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഇത്രയും കാലം മൊബൈലിലാണ് ഗെയിം കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പി സിയിലേക്ക് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയി നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, എങ്ങനെയാണ് പി സി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ 50K സബ്സ്ക്രൈബേഴ്സിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഒരു ലോൺ വോൾഫ് കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ആദ്യമേ നമ്മൾ റാങ്കഡ് മറ്റൊന്നും കളിക്കേണ്ട. ഞാൻ വേറെ ഗെയിംസ് ഒന്നും കളിച്ചിട്ടുമില്ല. ഞാൻ ഫുൾ കളിച്ചിരുന്ന ട്രെയിനിങ് ആണ്. ഒരു 3-4 മാച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും. അതിലൂടെ എൻ്റെ ഒരു കീ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യം ബുദ്ധിമുട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും ഓക്കെ, സോ നമുക്ക് ഈ ഒരു മാച്ച് കളിക്കാനും ശ്രമിക്കാം. ഫസ്റ്റ് റൗണ്ട് നമ്മൾ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എനിമി എടുത്തത് MP5 ആണ്. MP5 എടുത്ത് നമ്മൾ കുറച്ച് ഡാമേജ് അവന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് റഷ് ചെയ്ത് അവനെ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അവൻ ക്ലോസിന് നമ്മൾ ഫിനിഷ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ഷോട്ട് കയറാൻ നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. എനിക്കത് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. ഓക്കെ, എനിക്ക് ഹെഡ് ഷോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറുന്നത്. മേ ബി എൻ്റെ സെറ്റിങ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രീ ഫയർ PC ഒക്കെ കളിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും ശ്രമിക്കുക. എന്താണ് ഹെഡ് ഷോട്ട് കയറാത്തതിൻ്റെ റീസൺസ് എന്താണ്, എന്തെങ്കിലും സെറ്റിങ്സ് മാറ്റാനുണ്ടോ എന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മളപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ ആ ഒരു എനിമിയെ MP5 വെച്ച് തന്നെ ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 റൗണ്ട് നമ്മൾ ഈസി ആയിട്ട് ജയിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത കണ്ണെടുത്ത് നമ്മളായിരുന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഡെസേർട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു എനിമിയെ നമുക്ക് വണ്ടപ്പ് കാര്യങ്ങളൊക്കെ അടിച്ച് തീർക്കാനേ പറ്റുമോ നോക്കാം. വണ്ടപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ പറയില്ല ഗൈസ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യുമോ ഗൈസ്. ഇനി നടക്കത്തില്ല. ഇനി അവനാണ് സ്പൈഡർ ഇട്ട്, ഇനി ഒന്നും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതുവരെ ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഗ്ലൂ വാൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ കൺട്രോൾ കൈ അങ്ങോട്ട് എത്തുന്നില്ല. ഓക്കെ, ആ ഒരു കീയിലേക്ക് കൺട്രോൾ കാര്യങ്ങളൊന്നും എത്തുന്നൊന്നുമില്ല. നമ്മളത് പതുക്കെ കളിച്ച് സെറ്റ് ആവത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഓക്കെ, നമ്മളെല്ലാവരും ഫ്രീ ഫയർ ഇതുപോലെ ഫോണിലും മറ്റൊക്കെ കളിച്ചപ്പോൾ സ്റ്റാർട്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെയാണ് PC-യിൽ ആദ്യം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ കളിച്ചെല്ലാം ശരിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ 2-1 പറഞ്ഞാൽ നമ്മുടെ ഒരു ഗെയിം നീക്കുക കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഇനിമ അത്ര പ്രൊഫഷണൽ പ്ലെയർ ഒന്നും അല്ല, ന്യൂ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ആ ഒരു പ്ലെയർ വീണ്ടും നമുക്ക് അതിൻ്റെ സ്പൈഡർ ഇട്ട് നമുക്ക് വേഗം കണ്ടം പിടിക്കാം. കാരണം ആ സ്പൈഡർ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ കളി പോയി. ഓക്കെ, അനങ്ങാൻ പോലും പറ്റത്തില്ല അവിടെ നിന്ന്. ഇങ്ങനെ കുറേ വേസ്റ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നൊക്കെ ജസ്റ്റ് ആൾ കമൻറ്റ് ചെയ്യാനായിട്ട് അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ എല്ലാ അഭിപ്രായം ജസ്റ്റ് ആൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് അതെല്ലാം വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ആ ഒരു വീണ്ടും നമ്മുടെ ക്ലോസ് റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു പിന്നെ പെട്ടെന്ന് ഓക്കെ, നമ്മളതിനെ കുറേ കുത്തി പിടിച്ച് നമ്മൾ ആ ഒരു ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3-1 എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിം എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവന് അടുത്ത മറ്റേ ട്രോജൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മറ്റേ ഗ്രനേഡ് മുതൽ ഷോർട്ട് ഗണ്ണും രണ്ടും ഒന്നിച്ച് വരുന്ന ഒരു ഗണ്ണുള്ള ആ ഒരു ഗണ്ണാണ് അവൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവനെ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഷോർട്ട് ഗണ്ണാക്കി അവനെ ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ കളി തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അവനെ ഷോർട്ട് ഗൺ വെച്ച് അവനെ ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറേ ഇമോട്ട് ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ഈ ഫാസ്റ്റ് ഇമോട്ടിൻ്റെ ഒരു സംഭവം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം പണ്ടുപോലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഫാസ്റ്റ് ഇമോട്ടിൻ്റെ സംഭവം. അത് ഏതൊരു ഫ്രീ ഫയർ പ്ലെയറിൻ്റെ ആഗ്രഹമായിരിക്കും. ഇതിൽ PC-യിൽ വിൻസെൻസോ B2Kയുടെ ഒക്കെ പണ്ടുപോലെ കാണുന്നവർക്കറിയാം ഈ ഫാസ്റ്റ് ഇമോട്ട് സംഭവമൊക്കെ ഭയങ്കര നൈസായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ അതും സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത റൗണ്ട് നമുക്ക് അവനെ വേഗം ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അവനാണ് എവിടെയോ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വട്ടം ഇങ്ങനെ ഗ്രനേഡ് ലോഞ്ചർ വെച്ചിട്ട് അവനെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവൻ എത്ര നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അവൻ അവിടെ എവിടെയോ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രനേഡ് എറിഞ്ഞ് നോക്കാം. കൊണ്ടില്ല ഗൈസ്, അവൻ എറിഞ്ഞാൽ നമുക്ക് കറക്റ്റായി കൊള്ളുന്നുമുണ്ട്. ഓക്കെ, അവൻ ക്ലോസിന് വന്ന് നമുക്ക് അവനെ എറിഞ്ഞ് നോക്കാം. എൻ്റെ പൊന്ന് ഗൈസ്, അവൻ നമ്മളെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവനെ ഗ്രനേഡിൻ്റെ പുറകെ പോയി അവൻ നമ്മളെ നൈസായിട്ട് ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 റൗണ്ടിന് നമ്മുടെ ഈ ഒരു ഗെയിം എത്തിയിട്ടുണ്ട്. അപ്പം അടുത്ത കളി സീനിൽ എന്തായാലും നമ്മളാണ് ഗണ്ണ് എടുക്കുന്നത്. അപ്പോൾ വേറെ എല്ലാവരോട്ടൊരു ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് SVD തന്നെ എടുക്കാം. കാരണം വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്യാമല്ലോ. അപ്പം നൈസ് ഒരു ഗണ്ണാണ് SVD. അപ്പോൾ നമുക്ക് ആ ഒരു ഗണ്ണെടുത്ത് മാച്ച് കളിക്കാനായിട്ട് ശ്രമിക്കാം. എൻ്റെ കീഴിലേക്ക് അവൻ്റെ അടുത്ത് റഷ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പൊന്ന് ഗൈസ്, അവൻ മണ്ടയ്ക്കൊന്നും വന്ന് നൈസായിട്ട് ഫാസ്റ്റ് ഹെഡ് ഷോട്ട് അവൻ നമുക്ക് ഇട്ട് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു മാച്ചും ഫിനിഷ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു മാച്ച് നൈസായിട്ട് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലെയറിൻ്റെ അടുത്തേക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അവനെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു മാച്ച് വീണ്ടും അവൻ സ്പൈഡർ ഇട്ട് ഗൈസ്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഗൈസ്, ഞാൻ രാജിവെച്ചു ഗൈസ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സ്പൈഡർ ഇട്ട് കഴിഞ്ഞാൽ അനങ്ങാൻ പോലും പറ്റത്തില്ല. ഒരു ഗ്ലൂവാളിനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഗ്ലൂവാൾ എവിടെ ഇരിക്കുന്നതിന് കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു മാച്ച് നമ്മൾ ദയനീയമായിട്ട് തന്നെ തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റൗണ്ട്. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് മാക്സിമം എങ്ങനെയും ജയിക്കണം. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഡെസേർട്ടുകൾ ഒരു AW അതുപോലെ ഒരു MP40 അങ്ങനെയൊക്കെ എടുക്കാം. എങ്ങനെയും ജയിച്ചാൽ ഒരു 4-4 നിൽക്കുകയാണ്. ആ ഒരു പ്ലെയർ അത്ര വലിയ പ്ലെയർ അല്ല. അപ്പോൾ ആ ഒരു പ്ലെയറിനോട് തൂക്കുന്നത് അത്ര നല്ല കാര്യമായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഒരു മാച്ച് ജയിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മാച്ച് നമുക്ക് എങ്ങനെയും ജയിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ MP40 എടുത്ത് കുത്തിപ്പിടിച്ച് അല്ലെ AW വെച്ച് ഷോട്ട് കൊടുത്ത് എങ്ങനെയും നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ആ ഒരു പ്ലെയർ അതിൽ വരുന്ന നമുക്ക് പെട്ടെന്ന് ഗണ്ണെടുത്ത് കൊത്തിപ്പിടിക്കാം ഗൈസ്. അങ്ങനെ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു എനിമിയെ ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പ് ലൈക്ക് ചെയ്യുക. നമ്മളപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.